ഞാൻ കല്യാണം കഴിച്ച കാലഘട്ടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു 10, 25 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ഞാൻ ആ സമയത്ത് കല്യാണം കഴിച്ചു. അവരുടെ വീടിൻ്റെ അടുത്ത് പോയതാണ്. അപ്പം ഞങ്ങൾ രണ്ടും ഭയങ്കര കൂട്ടായി. അങ്ങനെ പല കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളെല്ലാം പലത കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു അവിടെ എത്തിച്ചേർന്നു. അപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത്, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ജീവനാണ്, എന്ത് വേണമെങ്കിലും സാധിച്ചു തരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു എൻഡിങ് കിട്ടുന്നില്ല. നിനക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. അങ്ങനെ ഇവർ ചോദിച്ചു. എന്നിട്ട് അവർ അല്ല എന്നോട് പറഞ്ഞു. എന്നിട്ട് ഇവർ പറഞ്ഞു, ഞാനതുകൊണ്ട് സ്വന്തമായിട്ടാണ് എൻ്റെ ആ ഒരു ഇതിലേക്ക് മാറുന്നത് എന്ന് അവർ പറഞ്ഞു. അപ്പം അത് എങ്ങനെയാണെന്നെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. അത് ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തു. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ മൈൻഡിൽ ഒരു ചിന്ത ഇത് തന്നെയായിരുന്നു. എന്തുകൊണ്ട് കാരണം അവരോട് വ്യക്തമായിട്ട് ഞാനപ്പം വിചാരിച്ചിരുന്നു ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും, വല്ല ഭ്രാന്തമായിരിക്കുമോ, എന്താണ് കല്യാണം കഴിച്ചിട്ട് ഇതൊന്നും മാറാത്ത എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഈ സോഷ്യൽ മീഡിയാസൊക്കെ വന്നതിന് ശേഷം പല ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഡോക്ടറിൻ്റെ സംസാരങ്ങളൊക്കെ വരും, കാണുമല്ലോ നമ്മളിഷ്ടം പോലെ ഈ സെക്സിനെ കുറിച്ചൊക്കെ. അപ്പം ഞാൻ ഈ കമൻ്റൊക്കെ വായിച്ച് നോക്കി. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഒരുപാട് സ്ത്രീകൾ കല്യാണം കഴിച്ച ഒരുപാട് സ്ത്രീകൾ ഇന്നും എൻഡിങ് എന്താണെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അവർ തന്നെ ചോദിക്കുന്നുണ്ട്, അതെന്താണ്, എനിക്കങ്ങനെ ഒരു അവസ്ഥയില്ലല്ലോ എന്നൊക്കെ. ഇത് ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ അവരുടെ ആ ഹസ്ബൻഡിൻ്റെയോ കുഴപ്പമല്ല. ഹസ്ബൻഡ് എല്ലാ രീതിയിലും വിചാരിക്കുന്ന എൻ്റെ വൈഫ് നല്ല സംതൃപ്തിയിലാണ്, ഞാൻ എല്ലാം പൂർത്തീകരിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല, സ്ത്രീകൾ എന്തുവെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ ഒന്നും പറയരുത്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിൽ അവഹേളിക്കരുതെന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കും. വേണ്ട, അങ്ങനെ വിട്ടുകൊടുത്തിട്ട് അവർക്ക് എന്താണ് ഇതിൽ നിന്ന് ചില ആണുങ്ങളെ തേടി പോകുന്നവർ ചിലപ്പം അവരിൽ നിന്ന് ചിലപ്പം ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ അടുത്ത ആണുങ്ങളെ, ഈ ഒരുപാട് ആണുങ്ങളെ ഇങ്ങനെ തേടി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും ആ ഒരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ആ എൻഡിങ് എവിടെയാണ് കിട്ടുന്നത്. ചില ആൾക്കാർ പോകത്തില്ല, സഹിച്ച് അങ്ങനെ ഇരുന്നിട്ട് അവരുടെ വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയംഭോഗം തന്നെയാണ്. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വൃത്തികേടോ ഒരു മോശം കാര്യമോ അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പൂർത്തീകരണം. നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നു, ലെറ്റിനി പോകുന്നു, ഇപ്പം തുപ്പുന്നു, മൂക്ക് ഇങ്ങനെ വലിക്കത്തില്ലേ, അപ്പം അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥകളാണ്. അതെല്ലാം ഇങ്ങനെ നമ്മൾ ആ ടൈമിൽ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതേപോലുള്ള ഒരു കാര്യമായിട്ട് മാത്രം ഇതിനെ കാണുക. നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരം ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു എൻഡിങ് അല്ലെങ്കിൽ നല്ല ഒരു ഇതിലേക്ക് കൊണ്ടുപോകാനാണ് ആ ഒരു ഇത്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ പലയിടത്തും പലതും വായിച്ചും പലരോട് സംസാരിച്ചുമൊക്കെയാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ആണുങ്ങൾ ഇത് അവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ പെണ്ണെ കൊണ്ടെത്തിക്കാൻ പറ്റാത്ത കഴിവുകേടോ ഒന്നുമല്ല. ചില പെണ്ണുങ്ങളുടെ ചിലരെ മാത്രം, അവർക്ക് മാത്രം ഇങ്ങനൊരു അവസ്ഥയുണ്ട്. എന്ത് ചെയ്താലും ആ ഒരു ആണിൽ നിന്ന് അവർക്ക് ഒരു എൻഡിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പം നീ എന്തിനാ ഇത്ര വൃത്തിയോട് പറയുന്നതെന്നൊക്കെ ചോദിക്കും. ഇത് വൃത്തിയോടല്ല, ഇത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നോട് ഒരു സ്ത്രീ പറഞ്ഞു. അതിനുശേഷം അന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. ഇപ്പം ഈ അടുത്തടുത്ത കാലഘട്ടത്തിൽ ഇതെല്ലാം എനിക്ക് മനസ്സിലായി കഴിയുമ്പം ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന്, ഇപ്പം നമ്മുടെ പാർട്ട്ണറെ കൊണ്ട് തന്നെ അതൊരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടെത്തിക്കാം എന്ന് വിചാരിച്ചാലും അത് ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വയംഭോഗത്തിലാണ് അവർക്കതിലാണ് ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹസ്ബൻഡുമായിട്ടുള്ള ഇത് അവർക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം എന്താണ് ഞാൻ പറയുന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീ ഒരുപാട് വർഷങ്ങളായി, ഇന്നും എൻ്റെ ഫ്രണ്ടാണ്, ഇന്നും എന്നോട് അവനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു നോക്കി, അങ്ങനെ അല്ല ഇങ്ങനെ നമുക്ക് ചിലപ്പം ചില പൊസിഷനോ അല്ലെങ്കിൽ ചില ലാളനകളോ ഒക്കെ അധികമായിട്ട് വരും. അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷവും അവർക്ക് ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരിന്നും അതാണ് ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. ഇനി അവരൊരു ഭ്രാന്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടോ അല്ല,
അത് അവരുടേതായിട്ടുള്ള ഒരു ഇതാണ്, ചില സ്ത്രീകൾക്ക് ഉള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ എന്താ പറയേണ്ടത്, ഇതെല്ലാം എന്തായിട്ട് വിചാരിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആവശ്യകത അതായിട്ട് മാത്രം ഇതിനെ കാണും. ഒരു വൃത്തികേടായിട്ടുള്ള കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇത് ഇത്ര മോശമാണോ, ഇത് പല ആൾക്കാരും ഇന്നത്തെ സമൂഹത്തിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. ഇതിപ്പം നോക്കിയാൽ പെണ്ണുങ്ങൾ അധികം ആൾക്കാരോട് ഇതൊന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഒരു പെണ്ണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും അവരോടൊന്നും ഇത് പറയാറില്ല. പക്ഷേ ആണുങ്ങൾ അങ്ങനല്ല. ആണുങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ള ചാൻസും ഉണ്ട്. പെണ്ണുങ്ങളെല്ലാം മനസ്സിലൊതുക്കി ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്ത്രീ തന്നെ അവരുടെ ഹസ്ബൻഡുമായിട്ട് വളരെയധികം നല്ല സമൂഹത്തിൽ അത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ലതായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് സെക്സിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും പിരിഞ്ഞ് 4 വഴിക്കായി പോകും എന്നൊക്കെ. പക്ഷേ അതല്ല. ആ സ്ത്രീ മനോബലത്തോടെ അവർക്കറിയാം, അവർക്ക് അവർക്കൊരു അസുഖമാണോ അല്ലെങ്കിൽ അവർക്കറിയാം എൻ്റെ ഹസ്ബൻഡ് എല്ലാ രീതിയിലും എനിക്ക് തരുന്നുണ്ട്. പക്ഷേ അതിന് എൻ്റെ ശരീരത്തിന് ഏറ്റുവാങ്ങാനുള്ള ഒരു കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനുള്ള ഒരു കഴിവോ ഈ സ്ത്രീക്കില്ലാതെ പോകുന്നു. അപ്പോൾ ആ സ്ത്രീ അവർ തന്നെ സ്വയംഭോഗം എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ കടന്നാലാണ് അവരുടെ ശരീരത്തിൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് നമ്മളിത് ഒളിച്ചും മറച്ചും എന്താ പറയുന്നത്, ഇതൊക്കെ നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ചു. ഇന്ന് ഡോക്ടറൊക്കെ ഇതിനൊക്കെ ഇതുണ്ടായത് കൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞ് അവർ എങ്ങനെയാണ് ഡോക്ടർ നല്ല പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലർ പിന്നെ ഈ ഒരു കാര്യത്തിനെ വഴക്കടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ ഇവരെന്ത് ഈ ഈ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നതിന് അത്രയ്ക്കും താല്പര്യമില്ല. എന്നാലും അവർ അവരുടെ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യത്തിനും നിന്ന് കൊടുക്കും. അവർക്ക് അവരുടെ ഹസ്ബൻഡ് ഹാപ്പി ആയിട്ടിരിക്കണം, പിന്നെ ഫാമിലി നല്ലതായിട്ട് പോകണം, ഇതാണ് അവർക്ക്. ഒരു കുട്ടികളും എല്ലാം നല്ല രീതിയിൽ പോകണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവർ ഇമ്പോർട്ടൻസ് അധികം കൊടുത്തത് ആ കുടുംബത്തിനാണ്. എനിക്കിത് കിട്ടുന്നില്ല, അല്ലെ എനിക്ക് ഈ രീതിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ചെയ്തോളാം, എൻ്റെ കുടുംബം എൻ്റെ കുട്ടികൾ അതാണ് എനിക്ക് മുഖ്യം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നുമില്ലാത്ത സ്ത്രീകൾ എന്തോന്ന് ഈ ആണിൽ നിന്നൊരു ഈ പെണ്ണുങ്ങളുടെ പ്രശ്നം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ആണുങ്ങൾക്ക് എൻഡിങ് ആയി പോയി കഴിയുമ്പോഴായിരിക്കും പെണ്ണുങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് അവർ കടന്നു വരുന്നത്. ആ ഒരു സ്റ്റാർട്ടാവുന്നതേ ചിലപ്പോൾ അവിടെ ആയിരിക്കും. അപ്പോൾ ആണുങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിന്ന് പോകും. അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു രീതിയിലേക്ക് മൈൻഡിനെയും ശരീരത്തിനെയും കൊണ്ടുവരാൻ പറ്റത്തില്ല. ആണുങ്ങളെ പോലെ കണ്ട ഉടനെ ഇങ്ങനെ ഒരു ചിന്ത പെണ്ണുങ്ങൾക്ക് വരത്തില്ല. ആണുങ്ങൾക്ക് പക്ഷേ അവർക്കത് സ്റ്റാർട്ടിങ് വന്നു കഴിഞ്ഞാൽ അവർക്കത് പോകാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. അറിയാലോ എല്ലാവർക്കും, ഞാൻ പറഞ്ഞത് അപ്പോഴത്തേന് ആണുങ്ങൾ ടൈഡിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആ ഒരു സ്ഥിതിയും ഇല്ല. കാരണം അവരുടെ ഹസ്ബൻഡ് വളരെയധികം സ്മാർട്ടാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഏത് രീതിയിലേക്ക് പോയാലും അവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പം നാണക്കേടാണ്. അവർ ഡോക്ടറിനെ കണ്ട് അവർ തനിയെ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് അവർ കുറച്ച് അഡ്വൈസൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇങ്ങനെ ചെയ്യുക, ആ പൊസിഷൻ ഈ പൊസിഷൻ അതൊക്കെ തന്നെ. പക്ഷേ അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും ആ രീതിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ എന്നോട് പറയുന്നത്. ഇന്നും ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ കാണും. എല്ലാവരോടും ഇപ്പം എല്ലാവരും പോയി സ്വയംഭോഗം ചെയ്യും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനൊരു നമുക്കൊരു അതെങ്ങനെ ഞാൻ പറഞ്ഞു തരേണ്ടത്. അപ്പോൾ നമ്മൾ അതിനങ്ങനെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കങ്ങനത്തുള്ള അവസ്ഥയില്ലാത്തതുകൊണ്ട് എനിക്കെന്തും പറയാം. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അവർക്ക് വേറൊരാളിൽ നിന്ന് ചിലപ്പം കിട്ടുമായിരിക്കും. ചിലപ്പം ഒരാളിൽ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ആളിലേക്ക് പോകും, പിന്നെ അടുത്ത ആളിലേക്ക് പോകും. അങ്ങനെ 5, 6, 7 പേരായി മാറും. അങ്ങനെ ആയി മാറുമ്പോഴത്തേന് നമ്മളുടെ പേര് വേറെ രീതിയിലേക്കായി മാറും. അത് പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പല കുടുംബങ്ങളും തകർന്നു പോകാനുള്ള ഏറ്റവും വലിയ കാര്യം ഇതായിരിക്കും എന്നാണ് എൻ്റെ ചില തോന്നലുകൾ. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ. ഇതിപ്പം ഹസ്ബൻഡ് വൈഫും അല്ല, ഇതിപ്പോൾ ഒരു ലവേഴ്സ് തന്നെ പിരിഞ്ഞു പോകുന്നതിന് ഇതൊക്കെ ഒരു കാരണമായി മാറുന്നുണ്ട്. കാരണം അവളെങ്ങനെ ഉണ്ടല്ലേ, അവനെങ്ങനെ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് അവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലെങ്കിൽ അവിടെ കളഞ്ഞിട്ടങ്ങ് പോകും.